वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वकार्येषु या कुन्देन्दु तुषारहारधवला या शुभ्रवस्त्रावृता या वीणावरमण्डलमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रभृतिभिर्देवैः सदा पूजिता मां पातु सरस्वती भगवती निशेषजाड्यापगा निशेषजाड्या വേദിയിലേക്ക് വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നു. രഞ്ജിത് പാർട്ടിയേജി, ശ്രീമതി ദിവ്യ ഐസന്യ, ശ്രീമതി സുധ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുകയെന്നാണ്. അതിനു മുമ്പ് ഈ സംഘടനയെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നേതി നേതി ലെറ്റ്സ് ടോക്ക്. നേതി നേതി എന്നത് സംസ്കൃത പദമാണ്. ന ഇതി, ഇതല്ല ഇതല്ല അതൊന്നുമല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ സംഘടനയുടെ ദൗത്യം എന്തെന്നാൽ വിശാലവും അരാഷ്ട്രീയവും നിഷ്പക്ഷവുമായ ബൗദ്ധിക ചർച്ചകൾക്ക് വഴിയൊരുക്കുക, നേഷൻ ഫസ്റ്റ്, രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ്. ഇതം മമ രാഷ്ട്രായ സ്വാഹ എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തി ദേശീയ താല്പര്യങ്ങളും രാഷ്ട്രത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ദേശീയ താല്പര്യം മുൻനിർത്തി വിഷയങ്ങളുടെ വെളിപ്പെടുത്തലുകളിൽ നിന്നും മുന്നോട്ടുള്ള പാത പ്രകാശിപ്പിക്കുകയും അതുവഴി കൂട്ടായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന.
ദേശീയ വിരുദ്ധവും നിശ്ചിതവുമായ താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുക, അവരെ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. വ്യക്തികൾക്ക് അർത്ഥവത്തായ സംഭാഷണങ്ങൾ ഏർപ്പെടുത്തുവാനും ചർച്ചകൾ ചെയ്യുവാനും ഭീതിയില്ലാതെ ചർച്ചകൾ തുടരുവാനുമുള്ള ഒരു വേദിയാണ് നെതി ലെറ്റ്സ് ടോക്ക്. തീർച്ചയായും ഈ സംഘടന വഴി രാജ്യത്തിന്റെ പുരോഗതിയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുവാനുള്ള ഒരു സന്ദേശവുമാണ് അതുവഴി ചെയ്യുന്നത്. ഇതിവിടെ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ രജിത് കാർത്തികൻജി അവர்களാണ്. അദ്ദേഹം ലീഡിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകുന്നുണ്ട്. ഞാൻ ഒരു അവസരം ഓർമ്മിക്കുകയാണ്. 2018 പ്രളയകാലത്ത് നമ്മുടെ ഫോർത്ത് സ്കൂളിൽ ഈ പ്രളയബാധിതർക്കായി ഒരു സേവാ കേന്ദ്രം തുറന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. അദ്ദേഹത്തിന്റെ 2 പെൺകുഞ്ഞുങ്ങളെയും അവിടെ ആ സേവനം ചെയ്യുവാനായി അദ്ദേഹം എത്തിച്ചിരുന്നു. അത്രത്തോളം സമൂഹത്തിന് വേണ്ടി ഒരു സാമൂഹ്യ ക്ഷേമത്തിനും സമൂഹത്തിലെ നിർധനരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഈ സംഘടനയുടെ പേരിൽ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ യോഗത്തിൽ കീനോട്ട് അഡ്രസ് ചെയ്യുന്ന ശ്രീമതി ഡോക്ടർ ദിവ്യ എസ് അയ്യർ. ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS ഓഫീസറാണ്, ഡോക്ടറാണ്, എഴുത്തുകാരിയാണ്. പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഒന്നും തന്നെയില്ല. നിങ്ങൾ ഏവർക്കും അറിയാം, ശ്രീമതി ദിവ്യ എസ് അയ്യർ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നപ്പോൾ നാം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. തിരുവാഭരണം സ്വാമി അയ്യപ്പന്റെ ശബരീശന്റെ തിരുവാഭരണം പമ്പയിൽ എത്തിയപ്പോൾ അതിനെ സ്വീകരിക്കുവാനായി നിന്നപ്പോൾ ശരണം വിളിച്ചതും സ്വാമി അയ്യപ്പന്റെ കീർത്തനങ്ങൾ ആരംഭിച്ചതും ഒക്കെ തന്നെ. ഇപ്പോൾ ശ്രീമതി ദിവ്യ എസ് അയ്യർ ഇന്റർനാഷണൽ സീപോർട്ടിന്റെ MD ആണ്. പ്രസിദ്ധീകരിച്ച കയ്യൊപ്പിട്ട വഴികൾ വിവർത്തനം ചെയ്ത എത്രയും പ്രിയപ്പെട്ടവർക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ മാഡത്തിനെ ആദരപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി VP സുഹറ. നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. സ്ത്രീ സമൂഹത്തിന് വേണ്ടി സ്ത്രീകൾക്കായി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീമതി VP സുഹറ. എല്ലാവർക്കും അറിയാം, ഈയിടെ ഉണ്ടായ ഒരു തട്ടം വിവാദത്തിൽ വളരെ വിപ്ലവാത്മകമായി തട്ടം ഊരിക്കൊണ്ട് തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിനുമായി അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു വനിതയാണ് ശ്രീമതി VP സുഹറ. ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വനിതാ സംവരണ ബിൽ ആണ് ചർച്ചാ വിഷയം.
അതിൽ പ്രഭാഷണം നടത്തുവാനായിട്ട് ശ്രീമതി ദിവ്യ എസ് അയ്യരുണ്ട്. എല്ലാവർക്കും ആ വാക്കിനായി കാതോർക്കാം. ഇവിടെ ഈ പരിപാടി ശ്രമിക്കുവാനെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീമതി ദിവ്യ എസ് അയ്യരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ശ്രേഷ്ഠ സാന്നിധ്യത്തിന് മുന്നിൽ ഈ ഒരു സായാഹ്നം നമുക്ക് ഒത്തൊരുമിച്ച് ചിന്തകൾ പങ്കുവച്ചു, ആശയങ്ങൾ പങ്കിട്ട്, ഒപ്പം സ്വപ്നങ്ങൾ നെയ്തെടുത്തും ചിലവഴിക്കാം എന്ന് കരുതുകയാണ്. Thank you for prompting that right in the beginning itself. Very warm good evening to one and all. Happy to be amidst a bunch of enthusiastic and intelligent minds. And even more special is the fact that we are about to discuss an issue or a topic which has had a rather convoluted and uncanny journey across the length and breadth of our country and history in itself. I say convoluted because, as we know, the story of the Women's Reservation Bill did not start yesterday or in the last parliamentary session. In fact, it started way back during the independence struggle for our country, in discussions and discourses and debates. If we look at the Constituent Assembly, when we start looking into the history of the nation and the history of the Women's Reservation Bill itself, I think the story goes a long way back. Probably one of the first and authentic statements regarding the ongoing debates about women's reservation in governance stems from the Constituent Assembly itself. Out of the 389 members, right, there were 15 women members in the Constituent. And discussions and debates about the idea of gender reservation, of women's reservation, started way back then. We're talking 1949 and the years which followed that. Right from that point, one of the first and affirmative arguments against women's reservation bill I learned was that whether a small percentage of reservation would entail curtailment of women being represented from the general seats. What if naturally
we could ensure more representation for women than what we envisage through a small portion of the reservation. It was one of the first affirmative arguments that wrote across. I'm sure that even now there is a minority that does think that way. Do women actually need a reserved portion to grow and to feel empowered and to represent the Another very hopeful argument that rose at that point in time was that our system has a natural ability to ensure that representation from various walks of life from both genders would be made possible within the system without actually enforcing it to be a resolution. That the natural growth and the development of the country and society in itself would ensure that women would be represented well in all sectors, including politics as well as governance. But years later, we figured out that probably both these strong arguments, which again was in very fine taste. You can notice the words that I mentioned. One was an affirmative argument, another was a very hopeful argument. We still had a lot of belief in the bona fide intentions of the society and the country as such. Unfortunately, over years, we learned that both these arguments probably didn't stand the test of time. Naturally, as the system and the society, as we moved ahead, we failed to ensure representation of women in various sectors, including politics and governance. As a result, we decided to come back to our original idea of reservation in order to ensure representation of women in parliament. Again, we started off with baby steps. I'm sure that all of you sit here are well aware of the history of the reservation bill, but I think it's important that we refresh the ways through which we walked so that we know which direction we are going in and how to go about in the future as well. So as I mentioned, we started taking baby steps after a while. When we decided to bring about amendments in the Constitution, probably one of the most transformative amendments in the history of the Indian Constitution and in the history of the nation as such, especially something which is extremely relevant to the state of Kerala, is the 72nd and the 73rd amendments, which brought about local self-governance and which handed over power to local self-governance. When we talked about decentralization and devolution of powers, we made an intelligent move in order to ensure that representation of women in local self-governance was being ensured. And that met with a big deal of success in several states, especially in states like Kerala, where we meticulously implemented the amendments and ensured that the local self-governments were not mere puppets in the hands of state government or central government. Instead, local self-governing bodies were fulfilling institutions by themselves. And many of Kerala's achievements, even today, we attribute to the local self-governance and the kind of devolution and decentralization powers that we have given to the local self-governance.
have enormous women participation in politics and government at the local self-governing levels made a huge impact in the development story of India. Across the length and breadth of the country, when we look, probably today we have around 15 lakh people participating in local self-governance who are women, which does prove a point that politics and governance is not alienated from the innate nature of womanhood in itself, which was again one of the arguments that came up in the yesteryears of women's reservation bill debates that took place in the parliament. Whether we have adequate capability, whether women would be capable of delivering such humongous responsibilities, whether we have enough number of women in the nation to actually fulfill these responsibilities was one of the earliest arguments. One could term such arguments as sheer gibberish today, but when we look into the records of the debate, we do find that there is a track. Giving a solid reply to that, in my eyes, are the lakhs of women who are fulfilling their roles as people's representatives today in our local self-government bodies. And those baby steps, in fact, have paved way to the strong position where we stand today, on the verge of implementing the Women's Reservation as a nation. Yet, as I mentioned in the beginning, the ways that we have come through have been extremely convoluted and quite uncanny for a nation like India, which has celebrated womanhood, which has always stood for development across various sectors in the society. When we look at the arguments that have taken place over the span of years, as I mentioned, some of them do appear to be gibberish, some of them do appear to be baseless, yet there were several points which had to be actually crashed out in order to even come to stand where we are today. As we passed the Women's Reservation Bill in the Parliament, we also had to face the rest of the world and hang our heads in shame with a global gender gap index of 127 out of 146 nations that we have, with a national average of women's representation in the Parliament and in the various state assemblies, much lower than the global average of 0.5%. What made us arrive at such a position is a question that we need to ask ourselves before we go ahead with the implementation of the resolution. As I mentioned, as a nation, since we have a Sanskrit phrase right in front of us, as a nation, from time immemorial, we have respected womanhood, we have celebrated motherhood, we have even had matriarchal systems prevalent in our nation. And despite that, somewhere along the line, we lost focus of the gender balance and gender equilibrium, I would say, that we had to ensure in our nation.
We got lost in figures, is what I would say, to put it very simply. When we spoke about reservation, when we spoke about participation, we started giving too much focus on numbers. And somewhere along the line, we lost the core of our beliefs, of our value system, of the cherished memories that we held together as a nation. The collective memories of strong and independent women that India had gifted to the rest of the world somehow began to remain distant to each one of us just as idols. And we failed to recognize them in our midst. As part of the value systems that we decided to cultivate in our families, in our children, somewhere down the lane, we started teaching women that the best role that they can ever don in their life was that of a wife and a mother. Everything else became secondary. Whereas that was never applicable for man and woman. I think it was at that point one cannot probably temporarily place a finger on it. But we definitely can feel it in our own lives, in our own societies, and in our own families. It was at that point that we forgot that the women around us were the reincarnation of all the goddesses around us, of the Shakti, of the Durga, all the strong goddesses around us. We started typecasting her into a few selected roles, which probably made lives more convenient for a patriarchal society. One of the cherished moments in my life, in my service as the district collector of Pathanamthitta, was the day when I signed the adoption documents for a child who was in our care home in Pathanamthitta, a 1.5-year-old baby girl. That's all I'm allowed to do as per the law. A 1.5-year-old baby girl. For whom we found a parent in a single unmarried mother. She was a woman from Maharashtra, and I'm certain that the new family in which my little baby girl has gone into is a safe, secure, and strong and happy place for her. I tell you this because I want to bring to your attention that it was not only in our lives, in our families, and in our emotional canvas, but also in probably the legal canvas or the political canvas of the society, that they were lost their lives. Till a few years back, when one of India's famous celebrities, Sushmita Sen, when she had to fight a battle in the court of law in order to enable her to adopt a girl child when she was single and unmarried. Till that point in time, the law did not allow single women to adopt children. If we celebrated motherhood so much,
If you all agree upon the fact that the best role that a woman could learn was being a mother, why couldn't we trust a single mother with a child? We have contradictions all across our society. There was an interesting statement I remember listening to in one of her interviews, wherein she describes the trial and the turbulence that she and her family were going through when they were fighting this case in the court of law. And she says at one point, the honorable judge asked her father, if your daughter adopts a child right now and she's single and unmarried, it is going to affect her marriage and her family life as such in the future. Are you okay with that? Was the question asked to her father. And her father responded that, I don't know if I'm okay with that. But what I do know is that we have raised her not only to be somebody's wife. We have raised her not only to be somebody's wife. That is not the first and foremost and only concern that I have when I'm here with my daughter. I think that is one statement which needs to resound in every family in our country. We don't raise our daughters to be only somebody's wife and somebody's wife. This is not bringing down the stature of motherhood or being a spouse, but this is to tell the society that women do excel in roles other than being a mother and being a wife. If only we give them the space to be. We don't need to give them the strength to be. Women are innately strong, and they can garner all the strength that is ever required in this universe, all from within themselves. But when they display their strength, are we ready to accept it? Do we have the space for their strength? This is the question. As a society, when we do have the space to accept the show of strength of women, on that day, we can proudly give ourselves a pat on our back and call ourselves a society which has achieved gender balance. Until then, I'm afraid we would still have to be caught in the quagmire of discussions and debates on whether we can or whether we cannot. As Neti Niet-Let'S says, to look at this issue very objectively, I think that question of whether we can or whether we cannot need to be completely obliterated from the scene of discussion. Let us not teach our children that marriage is the biggest prize that she would ever receive in her life. It's a very common parlance in our society even today, whether it's north or south, east or west. When you look at girl children, when you raise girl children, we still portray marriage and family life to be the highest level of achievement that a girl could have. We project marriage to be an aspiration for a girl. You do certain things in order to ensure that you get good practice, or you do not do certain things in order to ensure that you get good practice. You are taught certain skills in order to ensure that you become a good family. You are not taught certain things
because you're afraid that you might not fit into a family. A lot of our conditioning for girl children does come from the aspiration or the artificial aspiration, if I may put it so, from the artificial aspiration of marriage that we create in front of us. I'm not trying to villainize marriage here, but as we all know, this is a fact that we have all gone through in our families. And things are changing up. Things are being shaken up in several places, in several families, in their own small ways. And it's important for us to recognize and to identify such practices wherein our little girls are taught the reality of the world around us and also the skies beyond us. Often, we try to encase our girls with the harsh realities of the world around us, that they are unable to see beyond that. We cite security as reasons, we cite their safety as reasons, we cite their sexuality as reasons, we cite their gender as reasons, we cite such artificial objectives or aspirations in life as their reasons. But essentially what we end up doing is wrapping up our girl children in barbed wire fences. And once we stop doing that, they will be able to break free and look at the skies beyond. And only when we raise children who have aspirations and ambitions that extend beyond being a wife and being a mother, will we actually realize our goal of representation of women in our Indian parliaments or anywhere else. Because I sincerely believe that forced reservation is not the solution, but it is a key to open the door. It is a key to open the door wherein women can enter hallowed portals of governance and the parliaments. But we don't have to walk our way. And for us to walk our way through it, we need to start right from the beginning. We need to start with our children and ensure that our girl children are taught to dream beyond the harsh realities of the world, that they can break the barbed wire fences around them and soar into the skies. We also need to teach our little boys that they don't need to give strength to the women who they meet in their lives. They don't need to protect the women who they meet in their lives. But they need to be sensitive to each and every human being that they meet in their lives. And also be ready to accept a strong woman, an unconventional woman, who doesn't fit into the mold that the society has created for them, and celebrate the diversity of stories that emerge from womanhood as such. I think all of us do agree that one of the most gifted aspects of being a woman is the fact that our lives are enriched with a much wider variety of experiences than probably men do have. Right?
Even if you just look at the clothing that all of us are in, we would have a lot more variety, right? Right from that to the sagas of pain and pleasure that a woman goes through in her life. There is a lot more divergence between pain and pleasure for her. There is a lot more diversity of experience that a woman goes through in her lifetime. Some of it biologically, some of it physiologically, some of it emotionally, some of it, intellectually, any aspect of it you see. Because we're all wired different and we're all made different. Organically, we're all made different. So the kind of diversity that womanhood collectively represents is so important to actually ensure that empowerment of women becomes a reality in our society. Let me try and explain. When we try to fit a woman into one typecast in the society, we are actually trying to converge a rainbow into one point of darkness. There is no single color that is going to come out of it. It is just going to be darkness. And trying to typecast women or stereotype women into a single mold is probably the most foolish thing that as a society we could ever do. Because the sense of diversity that women could exhibit is far more than we could ever imagine. Right from birth to death and beyond, across the span of the nations, womanhood essentially stands for diversity. So one story is never enough to define women. We need a routine number of stories to empower women. And each of our stories is going to be so different from each other. And even when we are talking about women's reservation bill, we are looking at one single aspect of people's political representation in the parliament and state assembly. Even within that, there is going to be a huge amount of diversity. So let's just remember that one story is never going to be enough. One step is never going to be enough. One key to open that door is never going to be enough for women empowerment or gender equality to be a reality in our society. We need to embrace the large sense of diversity and incorporate as many stories as possible into our canvas of women empowerment so that it still stays colorful and as diverse as women are in our nation. Let us not try to place them all under one single mold where we expect a politician or a people's representative to be in a certain way. Because women are going to break that. And let's be ready for that. In fact, even from my own personal experience, I would say that when a man who is in a position of power dresses up well, it adds to his aura, it adds to his charisma, and nobody ever points fingers at him. But when a woman in a position of power dresses up neatly, even at that point in time, there are so many fingers pointing. And upfront, it is difficult for people to take seriously on day one. Then you have their 7 and that's such an unfortunate situation that we are in our society. Yes, over a period of time, we prove our mental being. Tell people that yes, we mean business here. We are more than others.
but that itself is an effort at some point of time. I'm not trying to generalize experiences here, but we do know several stories. And that is what I mean by let us be strong enough to accept the diversity of it and the umpteen number of stories and colors and cues that we bring along with it. We are not going to be fitting in the molds that we've created. We are going to set ourselves free wherever we go. And as long as society has got the space for that, I'm certain that there will be umpteen number of women who are going to enter the body of parliament and beyond that. I would just like to wrap up with one quote which says, when, am I paraphrasing it? It says, when one book is being read by 1,000 people, 1,000 books are being born. Yes. When one book is being read by 1,000 people, actually 1,000 books are being born. Each of us integrate ourselves into what we are reading. We interpret it in the light of our own experiences. And we imbibe certain parts of it which appeals to us. Every woman's story is also going to be like that. That is the reality. We are going to be constantly judged. We are going to be constantly read, both for our book covers as well as the content. And we are going to be born as 1,000 different women every time we are being judged or we are being judged. And that is the strength of womanhood, which I want all our girl children to imbibe. You can judge us, you can read us, you can imbibe, you can interpret, you can do whatever you want, but we are going to be reborn again and again and again and again. And that is the kind of strength that people are going to give our people's representatives as women in the parliament. I sincerely wish that each person in our society welcome this move with open arms and ensure that the society is generous and spacious enough and strong enough to accept the strength of women in the future days as well. Thank you so much. I hope all of us present inside this room will be torchbearers for change in our society. Ensure that gender equilibrium and gender balance plays an important role in our real life, in the smaller and bigger things around us. Thank you so much. I see a fine gender balance in this book. Quite happy. So whether it is on our collective efforts are in equilibrium, I think that's all that matters. Beyond the numbers, let us have that constant, healthy exchange between the genders, which results in real gender equilibrium. Thank you so much for this wonderful opportunity. I wish this group all success as well as thoughtful experiences and memories. Thank you, ma'am. ശ്രീമതി ദിവ്യ എസ് അയ്യർക്ക് ഒരു ഉപഹാരം നൽകുന്നതിനായി ആദരണീയ അധ്യക്ഷൻ
ശ്രീ കാർത്തികേയൻ ജി അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഇതിലൂടെ ഈ യോഗം ഇനാഗുറേറ്റ് ചെയ്യാൻ സമ്മതിച്ചിരുന്ന ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജ് നഗരേഷ് ജി ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇവിടെ വായിക്കുകയാണ്. Namaste to each one of you gathered here today on this auspicious occasion. We are privileged to have with us two distinguished women, Srimati Divya Sayyar, IAS, and Srimati V.P. Subhra, a dedicated social worker. I extend my heartfelt gratitude to the host of this program, Neti Niet-Let'S, for providing us with this platform to discuss a matter of utmost importance, the Nari Shakti Vandan Adhiniyam 2023, commonly known as the Women's Reservation Bill. On account of my official commitments, I am at Malappuram today and thus miss the opportunity to physically join this discussion. As we embark on this discussion, it is imperative to ground our reflections in the rich tapestry of our Indian heritage, drawing inspiration from our Vedas, traditions and culture. Our ancient scriptures have consistently advocated for the respect and empowerment of women, recognizing the inherent strength and wisdom they bring to our society. In the Veda, one of the oldest sacred texts of Hinduism, there is a profound hymn that beautifully captures the essence of gender equality. It states, Yatra Maristu Pujyante Ramante Tatra Devada, meaning where women are honored, there the gods rejoice. This encapsulates the profound understanding in our culture that the well-being and prosperity of a society are intricately linked to the respect and reverence accorded to its women. The Women's Reservation Bill, or Nari Shakti Vandan Adhiniyam 2023, is a significant stride towards upholding this ancient wisdom in contemporary governance. This legislation is not merely a legal mandate, it is a reflection of our commitment to ensuring that the voices and perspectives of our women are heard and given due representation in the decision-making process of our nation. The Women's Reservation Bill, while a commendable step towards gender equality, is not without its challenges. One significant obstacle lies in overcoming deeply entrenched patriarchal attitudes and stereotypes that may resist the idea of women assuming leadership roles. Implementing the bill effectively also requires addressing issues such as women's access to education, socio-economic disparities, and cultural biases.
However, these challenges present opportunities for transformative change. By breaking down gender barriers, the bill opens avenues for harnessing the immense potential and diverse perspectives that women bring to the table. It provides an opportunity to reshape political discourse, policies, and decision-making processes with a more comprehensive and inclusive approach. The prospects of the women's reservation bill are promising as it holds the potential to create a more balanced and representative governance structure, fostering a society where women's voices are not only heard but actively contribute to shaping the nation's future. Through concerted efforts, collaboration, and sustained advocacy, the bill can pave the way for a more equitable and progressive society. By reserving seats for women in legislative bodies, we are taking a bold step towards dismantling gender-based barriers, fostering inclusivity, and nurturing a society where every individual, regardless of gender, can aspire to reach their potential. The Vedas have consistently emphasized the idea of Vasudhaiva Kudumbakam. The world is one family. In this global village, our progress is intricately tied to the empowerment of every member, irrespective of gender. The Women's Reservation Bill aligns with this ancient ethos, acknowledging that our collective strength lies in providing equal opportunities for men and women to contribute to the progress and well-being of our society. In conclusion, let us remember that the traditions and culture evolve, and our collective progress lies in our ability to adapt these timeless values to the contemporary context. The Women's Reservation Bill is not just a legal milestone, it is a cultural affirmation that echoes the sentiments to our ancient sages and scholars who recognize the inherent strength and wisdom in every woman. Thank you, and may continue to strive towards a more inclusive and equitable future for all. Thank you, sir. അടുത്ത പ്രഭാഷണത്തിനായി ശ്രീമതി DP സുഹറയെ ആദരവോടെ ക്ഷണിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 1987
അത് കഴിഞ്ഞിട്ട് പലതവണ പാർലമെന്റിൽ പല ഘട്ടങ്ങളായി ഇങ്ങനെ പറഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ട്. ഈ 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും കണ്ടില്ല. രാജ്യത്തിന് ഒരു 50 കൊല്ലത്തിന് ഇപ്പോഴല്ലാതല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനം വന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ ആ 33% തന്നെ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ അതിന് ഇങ്ങനെ ഒരു ദീർഘകാലത്തേക്കുള്ള സംവിധാനം വരുന്നു. അത് നമ്മളിത് സ്വാഗതം ചെയ്യുന്നത്. അത് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് ഈ ബില്ല് പാസ്സായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിപ്ലവകരമായ ഈ ബില്ലിനെ നമ്മൾ അംഗീകരിച്ചു. എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ. രാഷ്ട്രീയ നേതൃത്വത്തിൽ അധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ ഭരണം എന്നുള്ളതാണ് എന്റെ ഞാൻ കാലഘട്ടം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് 50% വരണമെന്നാണ് എന്റെ അഭിപ്രായം. നേരത്തെ മേഡം പറഞ്ഞതുപോലെ സ്വർണം എത്താൻ പറയുന്നത് അത് തുറക്കട്ടെ, തുറക്കണമല്ലോ, തുറന്നാലേ അതിന് പ്രയോജനമുള്ളൂ. നമ്മളെല്ലാം അലമാര വാങ്ങി അതിലൊരു താക്കോൽ വെച്ചിട്ടുള്ള വല്ല പ്രയോജനമുണ്ടോ? അതിന് കുറെ സാധനം എടുത്തിട്ടുണ്ട്. അത് തുറന്നെടുത്താലേ അതിന് പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ 50% ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോഴും 33% എങ്കിലുമായിരുന്നു. അതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത്? നേരത്തെ അദ്ദേഹത്തെ പറഞ്ഞ സ്ഥാപനങ്ങളിലൊന്നും തന്നെ ഇത് വരുമ്പോഴൊന്നും അങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളുണ്ടായി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്റെ ഒരു ചെറിയൊരു പഠനത്തിൽ മനസ്സിലാക്കിയത് എന്തായാലും ഈ എത്രയും നേരം നടപ്പാക്കാതെ അതിനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു പ്രതിപക്ഷമാണ്. കാരണം ഗവൺമെന്റിനെ കൊണ്ട് നിർബന്ധമായി ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഈ ബില്ലിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അടിയന്തരമായി ഇത് നടപ്പിലാക്കണമെന്ന് പറയണം. എങ്കിൽ മാത്രമേ ഈ സ്ത്രീകളുടെ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ സ്ത്രീകൾ വരണമെന്നുള്ളതിന്റെ ആ ഒരു വിപ്ലവകരമായ ഒരു ആശയം സഫലീകരിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ കുറെ ആളുകൾ പല തരത്തിലും പല ഭാഗങ്ങളിൽ നിന്നും ഇതിനു വേണ്ടിയിട്ടുള്ള പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പൊതുജനങ്ങളടി നേരത്തെ നടക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് എത്തിക്കേണ്ടത് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് എംഎൽഎമാര് എംപിമാര് ഇങ്ങനെ പറയുന്നു. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ ഒരാളാണ്, ഞാനിത് തുറന്നു വരുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും ചിരിക്കണം. എന്താന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾ എന്താ ചെയ്യുന്നതാണ്? പിന്നെ അവർ നിശ്ശബ്ദരാണ്. രാഷ്ട്രീയത്തിന്റെ അടിമകളെ പോലെ. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറയാം. അതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയാം. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ 3 പേരാണ്. പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ MLA ആരും കളയുന്നുണ്ട്. ഞാൻ ഒരിക്കലും കളി തട്ടുന്നുണ്ട്. അവരൊക്കെ മുസ്ലിമാണ്. അവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലാണ്, വിശ്വാസികളാണ്. ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഈ തലയിൽ കട്ടവിടാത്ത ആളുകളൊക്കെ അറിയാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്തുകൊണ്ട് വിശ്വസരായിരിക്കും? അവരൊക്കെ ഞങ്ങളാ രാഷ്ട്രീയത്തിൽ പാർട്ടികളിലൂടെ അവരൊക്കെ അഴിമതി നടത്തുകയാണോ? BJPയിലുണ്ട് മുസ്ലിംസ്ത്രീകളെ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളല്ല നമുക്ക് വേണ്ടത്. നമ്മളെ അധികാരികളോട് ചോദിക്കാൻ പറ്റണം. അധികാരികളോട് നമുക്ക് പറയാൻ പറ്റണം. അത് ഞാൻ അന്ന് ഒരു ദിവസം പറഞ്ഞത്. മുമ്പ് കാലത്ത് ഉമറെന്ന ഒരു ഖലീഫുണ്ടായി. ആ ഖലീഫയുടെ അടുത്ത് കുറെ ആളുകൾ പോയിട്ട് പറഞ്ഞേ, നിങ്ങളെ നമുക്ക് ഖലീഫ നമുക്ക് കാര്യം ചെയ്യാൻ ഇപ്പൊ സ്ത്രീധനം വല്ലാതെ കൊടുക്കുന്നത്. അല്ല, പുരുഷന്മാർക്ക് മഹർ കൊടുക്കേണ്ടി വരും. അതൊക്കെ രാജ്യങ്ങളിലൊക്കെ മഹറാണ് അവർക്ക് കൊടുക്കുന്നത്.
അപ്പൊ മകൾ കൊടുക്കുന്ന സമയത്ത് പറയാം എനിക്ക് മകൾ കൊടുക്കുന്നവർക്ക് ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്ത പെൺകുട്ടികളെ ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വിവാഹം കേൾക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ചെയ്തു. ആ സമയത്ത് ആ സദസ്സിൽ ഒരു സ്ത്രീ ദൈവം നിശ്ചയിച്ച സാധനത്തെ മാറ്റാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ആ സ്ത്രീയുടെ ഒരു ചതില്ല. പക്ഷെ അന്നത്തെ ഭരണാധികാരി ആ സ്ത്രീയുടെ ഭാഗമാണ്. ഇന്ന പാർലമെന്റിലോ നിയമസഭയിലോ അങ്ങനെ സംസാരിക്കാനോ ചോദിക്കാനുള്ള അനുമതിയൊന്നും എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബില്ല് പാസ്സാകണമെങ്കിൽ ഇങ്ങനെ നിശബ്ദരാക്കപ്പെട്ട ആളുകളല്ല വേണ്ടത്. ഇനി വരുന്ന നിയമസഭയിലായാലും പാർലമെന്റിലായാലും ഒക്കെ തന്നെ വരേണ്ടത് ശക്തിക്കൊണ്ട് നേതൃത്വങ്ങളോട് പറയാൻ ശക്തിയുള്ളവരെ. അല്ലാതെ അവരെ പ്രയോഗിച്ച് നമ്മൾ വായു കൂടി ഇങ്ങനെ നിശബ്ദരായി നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടത്. നമ്മളെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നുമില്ലാതെ ശബരിമലയിലേക്ക് പോകണം. വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അത്. ഞാൻ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നത് ഞങ്ങൾ അക്കാശുദ്ധരാണ് ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ടാണ് നമുക്ക് അശുദ്ധരാണ് നമുക്ക് പള്ളിയിൽ പോകണം. ഞാൻ പറയും ഞാൻ പള്ളിയിൽ പോകണം. അന്ന് എനിക്ക് പറയുന്നത് പള്ളിയിൽ കയറാൻ ഇസ്ലാമില്ല. പക്ഷെ അങ്ങനെ പറയാനല്ല നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൂടി നമ്മൾ തിരിഞ്ഞു പോകും. രാഷ്ട്രീയത്തിൽ നിശബ്ദരായിരിക്കും. അതാണ്. പിന്നെ എന്നോട് പറഞ്ഞു നമ്മുടെ ഇന്ത്യനായ പറയാറുണ്ട്. എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1987 ഇസ്ലാം പറഞ്ഞ സംഘടന 97 ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ മുത്തലാഖ് ചെയ്യുന്ന ആളുകളുടെ വീട്ടിൽ നമ്മൾ അറിയും, നമ്മൾ അറസ്റ്റ് ചെയ്യും. പക്ഷെ അവരുടേതായ അവകാശം അവിടെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളൊരു നിലപാട്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ കുറെ എഴുതിയിട്ടുണ്ട്, ഈ വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇപ്പൊ ഈ തട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വളരെ ചെറുപ്പത്തില് വിവാഹിതയാവുകയും പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ 2 മക്കളുമായി ഡിവോഴ്സ് ഒക്കെ ചെയ്ത ഒരാളാണ്. അത് വേറെ കഥ. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് 71 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ചെറുപ്പത്തില് എൻ്റെ ഉമ്മാന്റെ അമ്മാവന്മാര് അവരൊക്കെ അന്നൊക്കെ 80 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു നൂറ്റാണ്ടിന്റെ അപ്പുറത്തൊക്കെ അപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ അവരൊക്കെ തന്നെ വലിയ വലിയ പണ്ഡിതരായിരുന്നു. അക്കാലത്തെ യൂണിവേഴ്സിറ്റികളിൽ മറ്റേ ഈ മുസ്ലിംസിന്റെ പല സ്ഥലങ്ങളിലൊക്കെ പോയി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ആളുകളാണ്. അപ്പൊ ഞാൻ ആ വീട്ടിലിരുന്ന് ഇവരുടെ ഈ വലിയ കിതാബ് പോലത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ, കീമിയ ഷഹാദത്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ പുസ്തകങ്ങളുണ്ട്. എനിക്ക് വായനയിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ വായിച്ച് പിന്നെ ഞാൻ ആകെ, എന്റെ പ്രായം അതായിരുന്നു, 10, 18, 20 വയസ്സിന്റെ പ്രായമാണ്. ഞാൻ ആകെ മാറി. പിന്നെ ആളുടെ മുമ്പിൽ ഇറങ്ങാനായി, ഹിന്ദുക്കളുടെ മുമ്പിൽ ഇറങ്ങാണ്ടായി. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ മാനസികമായി. അപ്പൊ പിന്നെ വേറെ കുറെ പുസ്തകങ്ങൾ വായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊന്നുമല്ല ഇതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ജനിച്ചു വീഴുന്നത് ഒരു മാംസകഷ്ണമായിട്ടാണ്. അതിന് മതവുമില്ല, ജാതിയില്ല, ലിംഗമില്ല, ഒന്നുമില്ല. ഇതിന് നമ്മള് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? പ്രസവിച്ച ഉടനെ ചെവിയിൽ ബാങ്ക് കൊടുത്ത്, കാമത്തും ബാങ്ക് കൊടുത്ത് അതിനെ മുസ്ലിമാക്കി. ക്രിസ്ത്യാനികളും മാമോദീസ മുക്കി അങ്ങനെ ചെയ്തു. അതുപോലെ ഹിന്ദു സമുദായത്തിലും അതിൻ്റെതായ കർമ്മങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ നമ്മളൊന്നും അറിയുന്നില്ല. എൻ്റെ ഉമ്മ എന്നോട് പറയുന്നതാണ്, ഞാനൊരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, എൻ്റെ ബാപ്പയും മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു, നീയും ഇതൊക്കെ ചെയ്യണം. ചെറുപ്പം മുതൽ ഞാൻ അത് പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 5 വയസ്സിലൊക്കെ മദ്രസകളിലെല്ലാം പോകുന്ന സമയത്തൊക്കെ തന്നെ സ്കൂളിലൊക്കെ പോകുന്നത് ഉമ്മ അപ്പം ഈ തലയില് എണേന്നാ വിളിക്കുക, കണ്ണൂര് എണേ തട്ടടണേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. തട്ടടണേ എന്നാ പറയാ, തട്ടം കൊണ്ടണേ എന്ന് പറയും. അപ്പൊ അങ്ങനെ പേടിച്ച് വെച്ച് തട്ടിട്ട് ഇങ്ങനെ ശീലിച്ച് അങ്ങനെ വന്നു. ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ഏട്ടത്തി എന്താക്കും, തലേന്ന് തട്ടം കൊണ്ടുതന്നെ വന്ന് ഇങ്ങനെ ആക്കിയിട്ട് പണി വെച്ച് ഇന്നുകൂടെ കുത്തിത്തരും, വീണുകൊണ്ടാന്ന് പറഞ്ഞു.
അപ്പൊ അതാണ് ആ തട്ടം. അപ്പൊ നമ്മുടെ ഈ ചെറുപ്പത്തിലെ ഇപ്പൊ ഈ പർദ്ദ അങ്ങനെയാണല്ലോ അടിച്ചേൽപ്പിക്കുന്നത്. ചെറുപ്പത്തിൽ അവളെ മനസ്സിൽ കുടുങ്ങിയ ഇപ്പോഴിത് ഇത് ഞാൻ ഒഴിവാക്കിയതിനു ശേഷം എനിക്ക് കുറെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അറിയാതെ ഇങ്ങനെ ഇടാൻ പോകുമ്പോ എന്റെ സമരം പോയില്ലേ, അതൊരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അത് കടന്നു വരും. എന്റെ ഒരു പ്രതിജ്ഞയാണത്. കാരണം എന്റെ സഹോദരികള് അപമാനിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ പെൺകുട്ടികൾ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാനിതിട്ട് നടക്കുന്നതിൽ വലിയ ഗുണമൊന്നുമില്ല. കുടുംബക്കാര് മുഴുവൻ ഇപ്പൊ എന്നെ ബഹിഷ്കരിച്ചിരിക്കുക. താർത്തിനെ എന്താ കുറിയടുത്ത് താർത്തിനെ ഇത് വെച്ച് പുറത്താക്കില്ല, അതുപോലെ പണ്ടും പിണ്ടം വെച്ച് പുറത്താക്കിയ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. മക്കള് പോലും എല്ലാവരും. അതുപോട്ടെ, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ പോടാന്ന് പറയുന്നത്. കാരണം എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, എന്റേതായ ചിന്താഗതിയുണ്ട്. അതൊന്നും ആർക്കും ഞാൻ പണയം വെക്കാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഈ തട്ടത്തിന്റെ വിഷയം കുറച്ചു കാലമായിട്ട് ഈ പർദ്ദനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നി, അന്നത്തെ പുസ്തകത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടോന്ന്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു. കുറച്ച് പുസ്തകങ്ങൾ കുറച്ച് ചെറിയ ഭാഗങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിലൊന്നും തന്നെ ഇങ്ങനെ ഒരു സാധനം പറയുന്നില്ല. ഇത് ഹിജാബ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, ജിൽബാബ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ആദ്യം ഇറങ്ങുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയണേ, നിർത്തിക്കോന്ന് പറയണേ, ആ സമയത്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജിൽബാബ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയതിന്റെ കാരണം എന്താ? ഇത് ജിൽബാബ് എന്ന് പറഞ്ഞ് ഒരു സാധനം ഇറങ്ങി. അത് ഈ അടിമ വ്യവസ്ഥ നിലനിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഒരു ഇരുണ്ട കാലഘട്ടമാണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ അടിമ വ്യവസ്ഥ നിന്ന ഈ അടിമ സ്ത്രീകളെ മുഴുവനും ഈ വേശ്യാവൃത്തിക്ക് അല്ലെങ്കിൽ ലൈംഗിക തൊഴിലിന് വേണ്ടിയിട്ട് നിർബന്ധിക്കും. ആ വഴിക്ക് പോകുന്ന അന്നത്തെ കാലല്ലേ, പിന്നെ നബിമാരെ ഭാര്യമാരോ അല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളോ ഒക്കെ പോകുന്ന സമയത്ത് ഇവരും ആക്രമിക്കപ്പെടാൻ ഇടയുണ്ട്. അങ്ങനെ ഉമർ ഖത്താബ് എന്ന് പറഞ്ഞ ഒരു ഖലീഫ, പിന്നീടുണ്ടായ ഖലീഫയാണ്, നബിന്റെ ഒരു അനുചരനാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. അത് ഈ പിന്നെ എന്താണ് പീഡതാമ്പനൊക്കെ ചിലതിൽ മറന്നു വന്നിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ ഒരു പുസ്തകത്തില് പറയുന്ന എന്താണെന്നറിയോ? അതില് ഇതൊക്കെ വെറുതെ വായിത്തോന്നൊന്നും പറയാനൊന്നല്ല ഇവിടെ ഒന്ന് വന്നിരിക്കുന്നത്. ലിസാൻ അൽ അറബ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അത് ആദ്യകാലത്തെ ഒരു നിഘണ്ടുവാണ്. അറബ് ചരിത്രത്തെ കുറിച്ചുള്ള ഒരു നിഘണ്ടുവാണ് ലിസാൻ അൽ അറബ്. അതല്ല, ഈ പുസ്തകം ഞാൻ വായിച്ച പുസ്തകങ്ങൾക്ക് അറബ് മലയാളത്തിലുള്ളതാണ്. എന്റെ ഉമ്മ നന്നായി ഈ അറബി ഒരു സെബീന പാട്ടൊക്കെ പാടും, ഉമ്മന്റെ കൂടെ ഞാനും, അതൊക്കെ എന്റെ പുസ്തകത്തിലുള്ളതാണ്. അപ്പൊ ഈ അറബി മലയാളം അങ്ങനെ ഞാൻ പഠിച്ചതാണ് ഉമ്മന്റെ കൂടെ ഇരുന്നിട്ട്. അപ്പൊ ആ സമയത്ത് ഈ ലിസാൻ അൽ അറബ് എന്ന ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് കാണുന്ന എന്താന്ന് വെച്ചാല്, ഒരു പ്രത്യേക വസ്ത്രമല്ല, ഒന്നുകിൽ ആ നിഘണ്ടുവില് അവർ കണ്ടെത്തിയത് ഒന്നുകിൽ ഒരു ചെറിയൊരു കഷ്ണം തുണി വേർതിരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ചെമ്മിയച്ചി മുതൽ നേരെ വരെയുള്ള ഒരു ഉടുപ്പ്, അതുമല്ലെങ്കിൽ മാറിടം മറക്കാനുള്ള ഒരു തുണി. കാരണം ആ കാലഘട്ടത്തിൽ മാറിടം, അപ്പൊ നമുക്കറിയാം 1980 മാറ് മറക്കൽ സമരം നടന്നിരുന്നു. 40 വർഷത്തോളം ചാനാർ സമരം നടന്നത്. ചാനാർ സമരം അന്ന് മാറ് മറക്കാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് തന്നെ 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് റൗക്കിടാനുള്ള അവകാശം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പിന്നെ ആ സമയത്ത് നമ്പൂതിരി സ്ത്രീകളൊക്കെ തന്നെ അകത്ത് റൗക്കിടാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ പലതും ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ചരിത്രങ്ങളില് പലതും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അന്ന് മാറ് മറക്കാൻ വേണ്ടിയുള്ള സമരം നടന്നതുപോലെ ആ കാലഘട്ടത്തിൽ ഒന്നുകിൽ മാറ് മറക്കാനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ലിസാൻ അൽ അറബ് എന്നുള്ളതിൽ പറഞ്ഞത്. ഖുർആനിൽ 7 തവണ പറയുന്നുണ്ട്. 7 തവണ പറയുന്നതും ഈ ഹിജാബിന് പല പല അർത്ഥങ്ങളാണ്. ഇതൊക്കെ ഞാൻ പരിശോധിച്ചിട്ടാ പറഞ്ഞത്. ഇപ്പൊ ഇവരൊക്കെ പറയുന്ന 33:59 എന്ന് പറഞ്ഞിട്ട് ഇവര് പറയുന്നുണ്ടല്ലോ,
ഈ 33:59 എന്ന് പറയുന്ന ആ ആയത്തിനെ പറ്റി പറയുന്നത് എന്താ? അതാണ് ഞാൻ ഈ പറഞ്ഞ സാധനം. പക്ഷെ ഇവര് പറയുന്നത് എന്താണെന്നറിയോ? യാ അയ്യുഹന്നാസ് എന്ന് പറയുന്നത് എന്താ? ജനങ്ങളെ എന്നാ പറയുന്നത്. ഭരണഘടനയിലും പറഞ്ഞ ആദ്യത്തെ വാക്കെന്താ? നാം ഇന്ത്യക്കാരെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യത്യസ്തതയില്ല, വ്യത്യസ്തതകൾക്കതീതമാണ്. വ്യത്യസ്തതകളുണ്ടോ? സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല, നാം ഇന്ത്യക്കാരെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യാ അയ്യുഹന്നാസ് എന്നാ പറയുന്നത്. അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാല്, ഒരു ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടത്തിൽ, ജനങ്ങളെല്ലാം അശാന്തമായ ഒരു കാലഘട്ടത്തിൽ കുറെ ആളുകൾ തപസ്സിരിക്കാൻ പോകുമായിരുന്നു. ഈ തപസ്സിരിക്കുന്ന പോലെ തന്നെ പ്രവാചകനെ തപസ്സിരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ തപസ്സിരിക്കുന്ന സമയത്ത് അപ്പൊ ഈ അശാന്തിയിൽ നിന്ന് മോചനം കിട്ടാൻ പ്രവാചകന്, ഇപ്പൊ നമ്മളെ ഭാഷയിൽ പറയും ജിബ്രീൽ ഇറങ്ങി പറഞ്ഞെന്നാണ്. ജിബ്രീൽ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ദൂതൻ ഇവർക്ക് കൊടുത്തുന്നാ പറയാ. നബിക്ക് അന്ന് തോന്നിയതാണോ എന്താ നമുക്ക് അറിയാൻ പറ്റില്ല, ജിബ്രീൽ ഇറങ്ങി പറഞ്ഞെന്നാ പറയുന്നത്. അപ്പൊ ആ നബിക്ക് തോന്നിയ കാര്യം എന്താണ്? ഇക്റ എന്നാ പറഞ്ഞത്, വായിക്കുക, അറിവ് നേടുക എന്നതിന്റെ അർത്ഥം. അപ്പൊ വായനയിൽ കൂടിയും അറിവിൽ കൂടിയും മാത്രമേ നമുക്ക് ഈ സമൂഹത്തെ നന്നാക്കി എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ്, ഒരു സന്ദേശമാണ് അത് നൽകുന്നത് നമുക്ക്. പക്ഷെ അതിനെ വേറൊരു രീതിയിലാണ് ഇവർ കൊണ്ടുപോകുക. അതുപോലെയാണ് ഇപ്പം ഈ പർദ്ദ വിഷയം വന്നപ്പോഴേക്ക് അറബി അറിയാത്ത ഒരു രാജ്യത്ത്, ഒരു നാട്ടില് അറബി വാക്കുകള് ഒരുപാട് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലും ഈണത്തോടും കൂടിയൊക്കെ ഖുർആൻ വചനങ്ങൾ ഓതിയും ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് തട്ടത്തിനെ പറ്റി പറയുന്നതിന് ഇങ്ങനെ ഇവര് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്നു. ആരാണ് ഇതൊക്കെ വിശ്വസിക്കുക? ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർ ഇതൊക്കെ വിശ്വസിക്കോ? അവര് ചിന്തിക്കുന്നവരാണ്, അവർക്ക് തിരിച്ചറിവുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടമിടാത്ത കുറെ ആൾക്കാരുണ്ട്, തട്ടയിടുന്ന കുറെ ആൾക്കാരുണ്ട്. അതല്ല അവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഭരണഘടന അനുവദിച്ചു തന്ന ഒരു അവകാശമാണത്. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം നമുക്ക് തീരുമാനിക്കാം, ഏത് ഭക്ഷണം കഴിക്കണം നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ മൗലികമായ ഒരു നൈതികമായ ഒരു അവകാശമാണത്. ആ അവകാശത്തെയാണ് ഇവര് പറയുന്നത് അതൊന്നുമല്ല, ഏതോ നൂറ്റാണ്ടിലുള്ള കാലമാണ്. ആ കാലഘട്ടത്തെ വസ്ത്രമാണോ എന്ന് ധരിക്കുന്നത്? ആ കാലഘട്ടത്തിലെ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? ആ കാലഘട്ടത്തിലെ എന്തെങ്കിലും ഉണ്ട്? ഇനി എത്രമാത്രം പുരോഗമിച്ച് ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ ആളുകളെ ചെന്നെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവര് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലേക്ക് പോയിക്കോ, നിങ്ങൾക്ക് ആർക്കും യാതൊരു സ്വാതന്ത്ര്യവും ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിനൊക്കെ ഇവര് സാക്ഷി പറയുന്നത് ഖുർആനെയാണ്. ഇത് നമുക്ക് ആർക്കും ഇപ്പൊ ഇവിടെ നിങ്ങളോടൊക്കെ ഇപ്പം അറബിയിൽ ഞാനിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയോ? ഇല്ല. അത് എനിക്ക് മാത്രം കുറച്ചറിയുന്നതാ. ഞാൻ അറബിയല്ല. എല്ലാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മളെന്താ ഇംഗ്ലീഷുകാരാണോ? നമ്മളെല്ലാം, ഞാനതാ നേരത്തെ പറഞ്ഞു, നമുക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. നമ്മൾ ഇംഗ്ലീഷുകാരൊന്നുമല്ലല്ലോ, നമുക്ക് പറയാൻ പറ്റുന്ന നമ്മൾ പറയും, മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സിലാക്കും. അപ്പൊ അതുപോലെ ഈ അറബി അല്ലാത്ത ആളുകളെടുത്ത് ഈ അറബി വാക്ക് ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് കപട ഹദീസുകളാണ് അവർ നിർത്തുന്നത്. ഹദീസുകൾ കുറെ കപടാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ നല്ലത് പരിശോധനയിൽ. അതൊക്കെ ഞാന് പല പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു വന്നതാണ്, അല്ലാതെ എനിക്ക് തോന്നിയതൊന്നും ഞാൻ പറയുന്നതല്ല. കാരണം നമ്മുടെ സമുദായത്തിലെ അനീതികളെ അന്യായങ്ങളെ ഒക്കെ ചൂണ്ടിക്കാട്ടുക നമ്മൾ തന്നെ വരണം. അല്ലാണ്ട് ഈ പറയുന്നതെല്ലാം അപ്പാടി വിഴുങ്ങി നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. പിന്നെ അത് അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം മേഡം. ഒരു വ്യക്തി നിയമമുണ്ട് ഇവിടെ, മുസ്ലിം വ്യക്തി നിയമം എന്ന് പറഞ്ഞു. അതും ആ നൂറ്റാണ്ടിലല്ല, ഏതോ ഒരു മുല്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടി ചെയ്തു വെച്ച ഒരു സാധനം. സ്ത്രീ വിരുദ്ധമായ, ഇസ്ലാം വിരുദ്ധമായ ഏറ്റവും എന്താ പറയാ ആ നിയമത്തിന്, ആ നിയമമാണ് ഇപ്പോഴും അടിച്ചെടുത്തത്. അതാണ് ഖുർആൻ, അത് മാറ്റണ്ട. ഇത് ഞാൻ പറഞ്ഞ അധികാര കേന്ദ്രത്തില് സ്ത്രീകൾ വന്നിട്ട് ഇതൊക്കെ പറയാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ അധികാര കേന്ദ്രത്തിൽ കയറിയിട്ട് നീ മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ആളുകളെ കയറിയിട്ട് ഇതൊന്നും മാറ്റം വരാൻ പോകുന്നില്ല.
അവസാനം സ്വത്തവകാശത്തിന്റെ കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ, പിന്തുടർച്ചാവകാശത്തിന്റെ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ലഘുലേഖ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങളെല്ലാം ഓരോന്ന് എടുക്കണം. അത് വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു ലേഖനം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ എൻ്റെ പുസ്തകത്തിലുണ്ട്. പുസ്തകം വേണമെങ്കിൽ ഇതിലുണ്ട്. അത് ഇസ്ലാമിലെ ലിംഗനീതി ഒരു സ്ത്രീപക്ഷ സമീപനം എന്നുള്ളൊരു പുസ്തകം. അതിൽ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഞങ്ങള് ഒരാളുടെ സഹായം ഇല്ലാതെ 3 സ്ത്രീകൾ ഡൽഹിയിൽ പോയി അവിടെ ജന്തർ മന്ദറിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളെ ലോ കമ്മീഷൻ വിളിച്ചു. ലോ കമ്മീഷന് ഞങ്ങൾ നിവേദനം കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു, ഈ പേഴ്സണൽ ലോ അമെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു നിയമമുണ്ട് ഇവിടെ, ഇന്ത്യൻ പിന്തുടർച്ചാവകാശം. ആ നിയമം ഭേദഗതി ചെയ്യണം. അത് പാർസിക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ കുറെ ഇങ്ങനെയുള്ള ഈ സ്വത്തവകാശത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു അധികാരമുണ്ട്. നമുക്കൊരു വസിയത്തെ എഴുതി വെക്കാൻ പോലും അവകാശമില്ല. നമ്മൾ ബിൽപത്രം എഴുതൂലേ, അതിനൊന്നും നമുക്ക് അവകാശമില്ല. ബിൽപത്രം എഴുതണമെങ്കിൽ ഞാനിപ്പോ എന്റെ മോന് എന്റെ സ്വത്ത് എന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിൽ 1/3 കിട്ടുള്ളൂ. അതോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബാക്കി മക്കളെ ഒപ്പിടണം. എന്താ ഉറപ്പുള്ള? അതുപോലെ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഈ ദത്തെടുക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ, ദത്തെടുക്കാൻ പാടില്ല. നമുക്ക് ഇസ്ലാമിക നിയമപ്രകാരം ദത്തെടുക്കാൻ പാടില്ല. ഇപ്പൊ ഷബിനം ആസ്മി ഒരു പെൺകുട്ടിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയതിന്റെ ശേഷമാണ് പിന്നെ ഈ എല്ലാരും എടുക്കുന്ന ആ രീതിയിൽ വേണമെങ്കിൽ ആ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എടുക്കാൻ പറ്റും മുസ്ലിങ്ങൾക്ക്. പക്ഷെ അത് ഈ പേഴ്സണൽ ലോ ഇല്ല. ലോ പ്രകാരം പോകണമെങ്കിൽ അത് കിട്ടൂല. ഒരു പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ആ പെൺകുട്ടിന്റെ പാപ്പ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, അവർക്കുള്ള സ്വത്ത് കുറച്ച് ഭാഗം ഇവർക്ക് കിട്ടുള്ളൂ. ബാക്കി ഏതോ കാലത്ത് പാപ്പാന്റെ ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് പുരുഷന്മാർക്ക് മാത്രമേ കിട്ടൂ. എന്തൊക്കെ വൃത്തിയോടായി എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? പാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരവകാശം, അവർ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന അവകാശം ഈ കുട്ടികൾ അനാഥരായി അവരോട് ഇവരോടൊക്കെ ചോദിച്ചു വാങ്ങേണ്ട ഒരവസ്ഥ. മറ്റുള്ള സഹോദരങ്ങളെ മക്കൾക്ക് കിട്ടുമ്പോൾ അവർക്ക് കിട്ടൂല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകുന്നത്. സുപ്രീം കോടതിയിൽ ഞങ്ങളെ കേസുണ്ട്. നമുക്ക് വേണം, ഭരണഘടനാപരമായ അവകാശം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നാളെ ഭരണഘടനാ ദിനമാണ്. അപ്പൊ ഞങ്ങള് അവിടെ വന്ന് കുറച്ച് പേര് അവിടെ ഇരിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഭരണഘടനേന്റെ പുസ്തകം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾക്കും അവകാശം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 പേരെങ്കിലും ഇവിടെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സഹകരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ പാർലമെന്റിന്റെ അടുത്ത് ഇവിടെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്നാൽ നന്നായിരുന്നു. അതാണിപ്പം പറയാനുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി എന്താ ഞാൻ പറയേണ്ടത്? ഇത്രയൊക്കെ പറഞ്ഞു, ബാക്കി സാറ് പറയണ്ടേ? സാറും കൂടി പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ശരി, എല്ലാവരെയും പരിചയപ്പെടാനും കാണാനൊക്കെ പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതല്ല, വളരെ ബഹുമാന്യരായ ആളുകളെ ഒക്കെ കൂട്ടത്തിൽ ഇരിക്കാനൊക്കെ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് തോന്നി. ഞാൻ നാളെ കോഴിക്കോട് വെച്ച് പരിപാടി നടത്താൻ വിചാരിച്ചത്. ഇവിടെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഈ പരിപാടി കോഴിക്കോട് നടക്കേണ്ടത്. താങ്ക് യു മാം. ഈ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്നതിനായി ആദരണീയ അധ്യക്ഷൻ കാർത്തികൻജിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വേർഷൻസ് കേട്ടു. ഒന്ന് ഒരു വളരെ പവർഫുൾ ആയിട്ട് ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു മഹിളാരത്നത്തിൻ്റെ വാക്കുകൾ കേട്ടു. 2 അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു അതർ സൈഡ് ഓഫ് ദ ടേബിൾ. അതിൽ എസ്പെഷ്യലി ഒരു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളൊരു സമുദായത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്
അവർ നേടിയെടുത്ത പല കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. എന്തായാലും ഇതിന്റെ ഒരു ആവശ്യകത ഈ രണ്ട് പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് ജനറലി ഡോക്ടർ ദിവ്യ അയ്യർ പറയുകയുണ്ടായി, റിസർവേഷൻ ഒരിക്കൽ ഒരുപക്ഷെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കാം, ഒരു പനാസിയല്ല, അല്ലെങ്കിൽ അതൊരു ഒറ്റമൂലിയല്ല. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? പക്ഷെ നമുക്കറിയാം ഈ രാഷ്ട്രം നമ്മൾ റിസർവേഷനിൽ വന്ന് ഇപ്പം ആക്ച്വലി 50% ഒക്കെ മോളിൽ പോകുന്നൊരു ലെവലിലാണ്. പക്ഷെ എന്തായാലും ഈ ഒരു വിമൻസ് റിസർവേഷൻ ബില്ല് 15 years ആണ് അതിന്റെ ഒരു ലൈഫ് പറഞ്ഞിരിക്കുന്നത്, 2027 മുതൽ. ഹോപ്പ്ഫുള്ളി അത് 15 വർഷം കൊണ്ട് അതിന്റെ ഒരു ആവശ്യകത ഇല്ലാതാകും എന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ആഗ്രഹിക്കാം. ഷാഡ്നോ, കാരണം ഇവിടെ നേരത്തെ ഈ ശ്രീമതി സുരാജി പറഞ്ഞു, ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ച് ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലോ, അപ്പൊ അതൊന്ന് ഞാൻ എന്റെ സംസാരത്തിലൊന്ന് സബ്മപ്പ് ചെയ്യണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇംഗ്ലീഷിലാണ് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ മാഡത്തിന്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ മലയാളത്തിലോട്ട് ഒന്ന് അപ്പോ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ ഒരു ലോവർ ലെവലിലുള്ള, അല്ലെങ്കിൽ ഈ പഞ്ചായത്തി രാജ് വന്നപ്പോഴത്തേക്ക് സ്ത്രീകളുടെ ഇത് വന്നു. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ്സിനെ പറ്റി വളരെ ഇഫക്റ്റീവ് ആയിരുന്നു എന്നാണ് ഒരു പൊതുവെ ഒരു വിലയിരുത്തലെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്നത് അതിനകത്തൊരു മെയിൽ ഇന്റർവെൻഷൻസ് പലർക്കും അറിയാം, പല കൗൺസിലേഴ്സും മറ്റുമൊക്കെ അവരുടെ. അപ്പൊ അതാണ് ആ പർട്ടിക്കുലർ മൈൻഡ് സെറ്റ് മാറാതെ, അതായത് നമ്മളൊരു ഈ പറയുന്ന പോലെ അംഗീകരിക്കാനും ആ സമൂഹത്തിനൊരു സമഗ്രമായ മാറ്റം ഉണ്ടാകാതെ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന റിസർവേഷൻ ഇഫക്റ്റീവ് ആകില്ല. അപ്പം ഐ ഷുഡ് ബി ഏബിൾ ടു ആക്സെപ്റ്റ് ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ വുമൺ ഹെർസെൽഫ്. പലപ്പോഴും ആ സ്ത്രീകൾ തന്നെയാണ് അതിനൊരു എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ ഒരു സമൂഹം ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഒരു മെന്റൽ, നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി തട്ടവിടാനായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അതൊരു പ്രാക്ടീസാണ്. അപ്പൊ അത് പറയുമ്പോ എന്ത് പറയും, നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ചിനാണ് ഈ 2027 നമ്മുടെ ഇതിന്റെ ഇത് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു റണ്ണപ്പ് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സെമിനാറുകളും അല്ലെങ്കിൽ ചർച്ചകളും ഒരു കൂട്ടായ്മകളും ഒക്കെ വേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ആ ബില്ലിന്റെ ആവശ്യകതയെ പറ്റി ചർച്ച ചെയ്യാനല്ല. അപ്പൊ അതിനൊരു നല്ല തുടക്കമാണെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും പറഞ്ഞിരുന്നത് ഒന്ന് ഈ സൈഡിൽ നിന്ന് ഒരു ആവശ്യം എന്നുള്ള നിലയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും മറ്റൊരു ഗവേണൻസ് സൈഡിൽ നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ രണ്ട് പേഴ്സ്പെക്റ്റീവ് ആണ് നമ്മൾ ഇന്ന് കേട്ടത്. അപ്പോൾ അതിനകത്ത് ഇന്ന് ഭാരതത്തിൽ നമ്മളൊരു കാലത്ത് നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ സ്ത്രീകളെ വേർഷിപ്പ് ചെയ്യുന്നിടത്താണ് ബ്ലെസ്സിങ്സ് ഉള്ളത് എന്നൊക്കെ നമ്മുടെ ജസ്റ്റിസിന്റെ ആ ഒരു ഭാഷണത്തിൽ നമ്മൾ കേട്ടു. അതില്ലാത്തടത്ത് അങ്ങനെ ഒരു സ്ത്രീത്വം ഇല്ല എന്നും അത് പറയുന്നുണ്ട്. ഇത് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്ന് ആലോചിക്കണം. നമ്മളെ മനുസ്മൃതി എന്ന് പറയുന്നത് ഒരു സ്ത്രീവിരുദ്ധ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിരുത്തെന്നാണ് ഇന്നത്തെ കോട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഭാരതം ഒരിക്കലും സ്ത്രീവിരുദ്ധ ഒരു ദേശമല്ലായിരുന്നു, നമ്മുടെ കൾച്ചർ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു കഴിഞ്ഞ 1000 വർഷത്തെ കൾച്ചറൽ പൊളിറ്റിക്കൽ ഇൻവേഷൻ ആണ് ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നത് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം വേദങ്ങളിലോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞുള്ള പുസ്തകങ്ങളിലൊക്കെ പറയുന്നതും പ്രതിപാദിക്കുന്നതും മുഴുവൻ ഒരു ഈക്വാലിറ്റിയോ ഈവൻ ഒരു ഡിവിനിറ്റിയോ ആണ് വിമനിനെ നമ്മൾ കൊടുത്തിരുന്നത്. അവരൊരു ദേവി പരിവേഷമാണ് നമ്മളെ കൊടുത്തിരുന്നത്. പക്ഷെ എവിടേക്കോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇതൊരു ഡീഗ്രഡേഷൻ ഉണ്ടായി, ഒരു ഇക്വാലിറ്റി ഇല്ലാതെ. കാരണം നമ്മൾ ഗാർഗിയോ മൈത്രേയിയോ ഒക്കെ പറയുന്ന ഋഷികമാരെ പറ്റിപ്പോലും പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വന്നെത്തി ഇന്ന് നിൽക്കുന്നത് 14% മാത്രം റെപ്രസെന്റേഷൻ ഉള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ്, പാർലമെന്റ് റെപ്രസെന്റേഷൻ.
നമ്മളിപ്പോ ഒരു നേരത്തെ പ്രതിപാദിക്കുണ്ടായി ഏതാണ്ട് ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 26.1% ആണ്. അതായത് പാർലമെന്റിൽ വിമൻ റെപ്രസെന്റേഷൻ. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഭാരതത്തിന് 14.3% നമ്മുടെ റെപ്രസെന്റേഷൻ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് റെപ്രസെന്റഡ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഊഹിക്കാൻ ഒക്കും. ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റെപ്രസെന്റഡ് കൺട്രി? ഈ ഏറ്റവും കൂടുതൽ പാർലമെന്ററി റെപ്രസെന്റേഷൻ സ്ത്രീകൾക്കുള്ളത് റുവാണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. 61.3%. അത് കഴിഞ്ഞ് അത് ഈ നമ്മൾ പറയുന്ന പോലെ വലിയ വലിയ രാഷ്ട്രങ്ങളൊന്നും അല്ല. ഈ വിമൻസ് ലിബറേഷനും മറ്റുമൊക്കെ ചാമ്പ്യൻ ചെയ്യുന്ന ആളുകളൊന്നും അല്ല. റുവാണ്ടയിലാണ് അതിൽ 61.3. അത് കഴിഞ്ഞാൽ ഐസ്ലൻഡ്, നിക്കറാഗ്വ, സ്വീഡൻ ആണ് പിന്നെ ഒരു രാഷ്ട്രം, ഒരു ഡെവലപ്ഡ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയില് 43.6, മെക്സിക്കോ 34.9, ക്യൂബ 35, UK 34.7, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 27.3. അത് ഏറ്റവും ക്ലോസസ്റ്റ് ടു ഈ ഗ്ലോബൽ ആവറേജ്. ഗ്ലോബൽ ആവറേജ് അത്രേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന US-ല് വിമൻ റെപ്രസെന്റേഷൻ ഇൻ ദ പാർലമെന്റ്. നമുക്ക് ഈ പറയുന്ന തോതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ഒരു ഗവേഷണത്തിൽ അവരെ മനസ്സിലാക്കിയത് ഒരു 1 in 4 ലോ മേക്കേഴ്സ്, അതായത് 26% ആൻഡ് അച്ചീവിംഗ് ജെൻഡർ പാരിറ്റി അറ്റ് കറന്റ് റേറ്റ് ഓഫ് പ്രോഗ്രസ് വുഡ് ടേക്ക് മോർ ദാൻ 80 years. 50% ആകണമെങ്കിൽ, ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ജെൻഡർ പാരിറ്റി വരണമെങ്കിൽ 80 വർഷം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ ഒക്കുള്ളൂ എന്നാണ് ഈ പറയുന്ന ഇന്റർ പാർലമെന്ററി യൂണിയന്റെ കണ്ടുപിടുത്തം. പക്ഷേ ഒരുപക്ഷെ ഈ 33% ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ കുറച്ചുകൂടെ ആക്കം കൂട്ടാനായിട്ട് സഹായിച്ചേക്കാം. കാരണം നമ്മളിപ്പം ഒരു 14%-ൽ നിന്ന് 2027 ആകുമ്പോൾ ഒരു 33%-ലേക്ക് പോകുന്ന ഒരു ലെവലിൽ എത്തുമ്പോൾ നാച്ചുറലി അതിന് വലിയൊരു ഇമ്പറ്റസ് കിട്ടും. കാരണം ഇന്ന് ഗ്ലോബലി ഭാരതത്തിന് വലിയൊരു ലീഡർഷിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഭാരതത്തിന് നോക്കുന്ന ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വളരെ റിമാർക്കബിൾ ആയിട്ട് ഇപ്പൊ ട്രിപ്പിൾ തലാഖ് മാഡം പറഞ്ഞു, പല വീടുകളിലും ചെന്നിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ട്രിപ്പിൾ തലാഖ് എന്ന് ഇല്ലീഗലാക്കിയ ഒരു രീതിയിലേക്ക് നമുക്ക് വളരെ ബോൾഡായിട്ട് ചെയ്യാൻ ഒക്കുന്ന ഒരു സാഹചര്യം എന്ന് വന്നിട്ടുണ്ട്. അപ്പോ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ പാർട്ടായിട്ടാണ് ഒരുപക്ഷെ കോമൺ സിവിൽ കോഡും നമ്മൾ എത്തുന്ന ലെവലിലേക്ക് നമ്മൾ പോവുക. ആളുകൾ സംസാരിച്ചു തുടങ്ങി, ബോൾഡായിട്ട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാം 100% എന്ന് പറയുന്നത് ഈസ് ഗോഡ്. അപ്പൊ ഞാൻ 100% ഒരിക്കലും ഒരു ഗവൺമെന്റിനും ചെയ്യാൻ ഒക്കെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ആൻഡ് വി ആർ ദ ഗവൺമെന്റ്. നമ്മളെപ്പോഴും നമ്മൾ ഗവൺമെന്റിലെ ആളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഡുവാലിറ്റിയിലേക്ക് പോകുന്നു. പക്ഷെ ഇൻ പ്രാക്ടീസ് നമ്മൾ തന്നെയല്ലേ ഗവൺമെന്റ്. ഇപ്പൊ നമ്മൾ എലക്ട് ചെയ്യുന്ന ആളുകളാണ് ഗവൺമെന്റ്. അതിൽ ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്യുമ്പോൾ മെജോറിറ്റി ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഗവൺമെന്റ്. അപ്പോ നാച്ചുറലി നമുക്കൊരു പോയിന്റ് ചെയ്യാൻ ഒക്കില്ല. അപ്പൊ there has to be ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാകണം, നമ്മുടെ ചേഞ്ച് ഉണ്ടാകണം. ആ ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് വിമൻ ജെൻഡർ പാരിറ്റി, ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമുക്ക് പോകാനൊക്കുള്ളൂ. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് നമുക്കൊരു ഇന്ററാക്ഷന്, കാരണം ഇത്രയും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വളരെ ബോൾഡായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സമൂഹത്തിനെ അല്ലെങ്കിൽ സ്ത്രീകളെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മേരി റോയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശത്തിൽ ഉള്ള ഒരു ലാൻഡ്മാർക്ക് ഡിസിഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഷാബാനോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷെ പാർലമെന്ററി ഇന്റർവെൻഷനിലൂടെ അത് മാറ്റി എഴുതപ്പെട്ടു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഒരു സൗണ്ട് കേൾപ്പിച്ച ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ഇന്നത്തെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും ഈ പറയുന്ന രീതിയിലേക്ക് ആ വോയിസ് കേട്ട് ഭാരതത്തിൽ ഇങ്ങനെ ഒരു വിമൻസ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈവൻ 2027 ഇറ്റ്സ് എ ലിറ്റിൽ ടു ലേറ്റ്. ആ സമയം അത്രയും പോകണമായിരുന്നോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
അങ്ങനെ ഒരു വിമൻസ് ലിബിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ റിസർവേഷനെ പറ്റിയോ അങ്ങനെ വലിയ ഒരു 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 ഇത് ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഒരു കൾച്ചർ ഒരു ഒരു ഇക്വാളിറ്റി അംഗീകരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് മുൻതൂക്കമുണ്ടെങ്കിൽ അതുപോലെ അതിന് ഒരു ഡിഫറൻസസ് അംഗീകരിച്ചുകൊണ്ട് ഒരു പാരിറ്റി ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്തായാലും ഇന്ന് നമുക്കിവിടെ ഒരു കുറച്ച് ആളുകൾ കുറവുണ്ടായിരുന്നു എന്ന്, കാരണം എനിക്ക് തോന്നുന്നത് നിർമ്മലാജിയുടെ വിസിറ്റ് ഉണ്ട്, ഇതേ സമയത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ഓഡിയൻസ് കുറവാണെങ്കിലും തത്വമയി TV ഇന്ന് ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മെമ്പേഴ്സിനെല്ലാം ഇത് ഡെഫിനറ്റ് ആയിട്ട് യൂട്യൂബിലും മറ്റും കൂടെയൊക്കെ ഇത് കാണാൻ കഴിയും. അപ്പോ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് നീതി ഇനിയും ഇവിടെ സംഘടിപ്പിക്കാനുള്ള ഒരു ആർജവം കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. അടുത്തത് ഇന്ററാക്റ്റീവ് സെഷനാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം നൽകുന്നതായിരിക്കും. പരിചയപ്പെടുത്തിക്കോട്ടെ. ഞാൻ ഷെയ്ഖ് അഹമ്മദ്. ഞാൻ പ്രിൻസിപ്പളാണ്. കേൾക്കാവോ? ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തിക്കോട്ടെ. ഞാൻ ഷെയ്ഖ് അഹമ്മദ്. ഞാൻ കായംകുളം എംഎസ്എം കോളേജിൽ പ്രിൻസിപ്പളാണ്. പിന്നെ ശ്രീമതി വി പി സുഹ ഇവിടെ വന്നു, ക്ഷണം തന്നു. എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പല വേദികളിലും ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ച് പറയാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് പറയാൻ ആൾക്കാരില്ല. കാരണം ഇവരുമായിട്ടുള്ള ഒരു ഈ ദിശ എന്ന് പറയുന്ന മൂവ്മെന്റ് ഇവിടെ മന്ത്രിമാരെ കാണുവാനും രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുവാനും മുസ്ലിം സമൂഹത്തിലെ സിവിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും അത് സ്ത്രീ വിരുദ്ധതയുടെ പ്രതീകമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പല മന്ത്രിമാരെയും ഞങ്ങൾ കാണാൻ ശ്രമിച്ചത് ആരും കാണുവാൻ തയ്യാറായില്ല. കാരണം അവരാരും മാറ്റത്തിന്റെ തയ്യാറല്ല. പലസ്തീനിലെ കാര്യം പറയാം, പലസ്തീനിലെ കാര്യം ഈ ലോകത്ത് മുഴുവൻ വിളിച്ചു പറഞ്ഞ് തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് ജാഥ നടത്താം. പക്ഷെ മുസ്ലിം സ്ത്രീകളുടെ മാറ്റം വരുത്തണമെന്ന് അവർക്ക് അവകാശപ്പെടുക്കുമെന്ന് പറയാനുള്ള മാനസിക നിലവാരം ഇല്ലാത്ത ഒരു മത നേതൃത്വമാണ് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സമൂഹത്തെ നയിക്കുന്നതെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. Communalism in any way or communalism in any color should be strongly opposed. Just criticize the majority communalism and keep silent on the minority communalism. And we are not ready to say that Hamas is a terrorist organization because some sections of Muslims are totally against it. That should not be the spirit. Yeah, I'm not coming here to make a speech, but when I heard Madam and P.P. Shura speaking on their subject, I thought that it's my duty to say that. There are a lot of Muslims who think that changes has to be effective. Civil law it is very, 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 very impartial towards women. If you don't have a child, നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ ആരുടെ സഹോദരന്റെ ആൺമക്കൾക്ക് പോകും. കുട്ടികളില്ലെങ്കിൽ പോട്ടെ, പെൺമക്കളാണ് ഉള്ളതെങ്കിൽ അതിന്റെ ഒരു ഭാഗം സഹോദരന്റെ ആൺമക്കൾക്ക് പോകും. ഇന്ന് കൂട്ടുകുടുംബ കൺസെപ്റ്റ് ഒന്നുമല്ല, കാലം മാറി. ഇന്ന് ആണുകുടുംബമാണ്. അപ്പൊ ഈ പണ്ട് അറേബ്യ എന്നോ പറഞ്ഞു നടന്ന സിവിൽ നിയമങ്ങളെ അവർക്ക് അനുകൂലമായി അതും പറഞ്ഞുകൊണ്ട് ഇന്ന് മുസ്ലിം സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അതിന് ഉതകുന്ന രീതിയിൽ നിന്നു കൊടുക്കുന്ന രാഷ്ട്രീയം നേതൃത്വം. ഞാൻ വളരെ സങ്കടത്തോടെ പറയാൻ ഇവരെ പോലെ ഒരുപാട് സ്ത്രീകളൂടെ വന്ന് കാണാൻ ഞാനും കൂടെ പോയി മന്ത്രിമാർ കാണാൻ തയ്യാറായില്ല.
അവരുടെ പേഴ്സണൽ സ്റ്റാഫ് ചിലർ ഇങ്ങനെ വാങ്ങിച്ച് പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ മാറ്റി തിരിച്ച് റിപ്പോർട്ട് കൊടുത്തില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്ന ഈ നിസായും BP സൂറയും പോലുള്ളവരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. In spite of your religious belief or social commitment or political commitment. നാളെ നിസയുടെ നേതൃത്വത്തിൽ നാളെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇപ്പൊ വേഗം വന്നുകൊണ്ട് ആൾക്കാരെ സംഘടിക്കാൻ പറഞ്ഞില്ല. എന്നെ വിളിച്ച് പറഞ്ഞ് 3-4 പേര് എവിടെ നിന്നെങ്കിലും എന്നെ പൈസ കൊടുത്ത് വിളിച്ചുകൊണ്ടത് പൈസ കൊടുത്തത് ആവാസിലൂടെ വന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഞാൻ പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനില്ല, കാരണം ഞാൻ ഈ മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ്. ഇതുപോലെ ധൈര്യമായിട്ടുള്ള സ്ത്രീ ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ വളരെ കുറവാണ്. കാരണം അവരെ ഏതാണ്ട് പള്ളിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് move forward. Let's fight towards for a common cause and necessary changes to be effected in society. Thank you so much. ഒരു പെൺകുട്ടി കൈതിൽ കയറി നിന്നപ്പോഴേ അവാർഡ് വാങ്ങാൻ വേണ്ടി ഒരു പെൺകുട്ടി അവിടെ വന്നപ്പോഴേ അതിന് മുൻപ് വന്നു. ഇവർ ഏത് വായിക്കുന്ന ലെൻസിന് ഈ പെൺകുട്ടി ആകാം, പിന്നെ അവാർഡ് വാങ്ങാൻ വന്ന പെൺകുട്ടിനെ വേഗം കൊണ്ടാക്കി ആകണം. പരമപക്ഷ കമ്മീഷനെ കൊടുത്തിട്ടുണ്ട്, ഓരോ ഒന്നുമില്ല. ഇവരെയൊക്കെ രാഷ്ട്രീയക്കാർ സംരക്ഷിക്കാം. അതാണ് വല്ലാത്ത ഒരു കഷ്ടമുള്ളത്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാൻ. അറബികൾ വരുന്നുണ്ട്. അറബികൾ വന്ന് നിരന്തരമായി കല്യാണം കഴിച്ചുകൊണ്ടുവന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. കോഴിക്കോടൊക്കെ വളരെയധികം അനാഥ കുട്ടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇവര് വരും, ഊരില് വരും, ഊരില് വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും. അപ്പോഴേക്ക് ഈ കല്യാണന്മാരെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിയും. നമ്മളെ MP മുഹമ്മദിന്റെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവസാനം വന്ന മക്കളെ തന്നെ കൊന്ന് അച്ഛന്മാരെ കല്യാണം കഴിക്കുന്ന അവസ്ഥയിലെത്തി. അതിനെ ഞങ്ങളെ 2 അറബികളെ അറസ്റ്റ് ചെയ്തു. അതിനപ്പോഴേക്ക് അന്ന് ഈ അഹമ്മദായിരുന്നു. ഈ അഹമ്മദൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. നമ്മളെ ആൾക്കാരൊക്കെ അവിടെ പോകുന്നില്ലേ, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ പിടിച്ചു നിന്ന് ഞാൻ അറസ്റ്റ് ചെയ്ത്. അതിനിപ്പോ 2 അറബികൾ അറസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഓർഫനേജുകളിലുള്ള അനാഥ കുട്ടികളെ കൊണ്ടുവന്ന് കല്യാണം കഴിക്കും. പഠിപ്പിക്കാൻ തന്നെ കൊണ്ടുപോയിട്ട് പിന്നെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊക്കെ ഈ പലർക്കും അവിടെയും ചെന്ന് അവരെ അറസ്റ്റ് ചെയ്തു ഒരു കേസിൽ. അപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ എന്ന് വെച്ചാൽ നമ്മള് നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ മുത്തലാഖ് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അറബി കല്യാണം പോലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധമായ കുറെ കാര്യങ്ങൾ മുത്തലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ ഇതേപോലെ പിന്നെ ബഹുഭാര്യാത്വം മറ്റേ മനുഷ്യനൊക്കെ പറഞ്ഞ് കുറെ അതൊക്കെ കോടതിയിൽ കേസുണ്ട്. ഈ ഒരു വൃത്തിയായിട്ടൊരു സാധനമുണ്ട്. ഇതൊക്കെ അന്നത്തെ ഏതോ ഒരു കാലത്ത് ഉണ്ടാക്കിയത്. എന്താണെന്നറിയോ, ഒരു പെണ്ണ് കല്യാണം കഴിച്ചു, അയാൾ തലാക്ക് കഴിച്ചു. തലാക്ക് കല്യാണം ആ പെണ്ണിന് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് ഈ പെണ്ണിനാണ് അയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് വേറെ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കാം. ഈ പെണ്ണിനെ വേറൊരാളെ കല്യാണം കഴിച്ച് കൂടെ ജീവിച്ചതിന് ശേഷം ഇയാൾക്ക് സ്വന്തം. എന്തായാലും വെച്ചാൽ പെൺമാണിപ്പത്തിനേക്കാളും കഷ്ടമാണ് നിക്കാഹ് വരാനാണ് അതിന്റെ പേര്. അതൊക്കെ എഴുതി വെച്ചതാ. അതൊക്കെ പറഞ്ഞ ഒട്ടാൻ മേലേക്ക് വന്നില്ല. എനിക്ക് ഒരുപാട് ഭീഷണികളെല്ലാം ഉണ്ട്. ഭീഷണിയൊന്നും ഞാൻ വകവെക്കുന്നില്ല. ഇവരെ വന്നത് ഈ മൂട്ടാൻ മേലേക്ക് നിന്നുള്ളൊരു സംഭവമുണ്ട്. അവിടെ നിന്നൊക്കെ വന്നവിടെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു പോവാ. അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതില്, ആ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നിയമപരമായും സാമൂഹികമായും എല്ലാം നമ്മളെ അവഗണിക്കപ്പെടുകയും വിവേചനം നടത്തുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായി നിലകൊള്ളണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സഹകരണം വേണം. ഇവിടെ ജാതിയും മതവും ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജനിക്കുന്ന ഒരു മാംസകഷ്ണമായിട്ടാണ്. നമുക്ക് ആർക്കും ഒരു ജാതി ഉണ്ടായിട്ടില്ല. എന്റെ ഉമ്മ പറഞ്ഞാൽ എന്റെ ഉമ്മ കോടയിലൊക്കെ എന്നെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൗസല്യോ അതേക്കുറിച്ച് അതിനായിട്ട് എവിടെയോ ഉണ്ടാവും. ഒരു സ്വറാന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ വിട്ട പേരല്ലേ. ഇപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട്, കുറെ നാളായി എന്നെ ഇത് കഴിഞ്ഞ താങ്കളൊന്നും കിട്ടിയതില്ല. ഇന്നലെ വിട്ട് ചെയ്യുന്ന പേര് മാറ്റിയിരുന്നു. കുഴപ്പം മാറ്റിന്റെ പറഞ്ഞ പേര് മാറ്റുമെന്ന് എന്നോട് വിളിച്ചിരുന്നു. അവരോട് എന്താ പറഞ്ഞില്ലേ? അതാണ് അവസ്ഥ. തട്ടം മാറ്റാൻ മതം മാറിനാണ്. ഈ തട്ടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരിടത്തും ഇല്ല. ഈ തട്ടൊന്നും തരാന്നൊന്നും പറഞ്ഞത് പിന്നെ എന്തിനാണ് കഴിക്കുന്ന ഇത് പറഞ്ഞതിനോട് കൂടി നിൽക്കപ്പെടുന്നില്ല. എല്ലാ പെൺകുട്ടികളും തട്ടക്കാട് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല
നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണ്ടാലേ നമുക്കൊരു ഉണർവുണ്ടാവും. കുറച്ച് സമയമല്ലോ. 6:30 കട്ട് ഓഫ് ടൈം ആണ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും കമ്പലിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ ടേക്ക് വൺ മോർ ക്വസ്റ്റ്യൻ. ഇതിനെ സംഘടിപ്പിക്കുന്ന ആസന്തോറുമുള്ള ഡിബേറ്റിൽ മൂന്നാമത്തെ മുമ്പ് ഇസ്രായേൽ ഹമാസിനെ കുറിച്ച് കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ളതായിരുന്നു. ആദ്യത്തെ നമ്മൾ ചന്ദ്രയാൻ മിഷനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്നതിനേക്കാളും ഇന്ന് അല്പം പ്രാതിനിധ്യം കുറവാണ്. ഒരു വലിയ മഴ മുമ്പ് വന്നതുകൊണ്ട് നമുക്ക് അതിന് കാരണം പറയാൻ പറ്റും. അത് പറഞ്ഞിട്ട് ധാരാളം പേര് അറിയിച്ചിരുന്നു ഇന്നത്തെ സൗകര്യം. അടുത്ത മാസത്തെ പരിപാടി വരുന്ന സമയത്ത് വലിയ സംഖ്യയിൽ പങ്കെടുക്കാൻ കഴിയും. പിന്നെ ഇന്നത്തെ ഈ വിഷയത്തെപ്പറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രണ്ട് വീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത ഒരു പുതിയ അനുഭവം, പ്രത്യേകിച്ച് മലബാറിന്റെ ആയതുകൊണ്ട് അതറിയാനും നമുക്ക് കഴിഞ്ഞു. ഈ അടിസ്ഥാനമായി ഈ പ്രശ്നം നമ്മൾ മാസത്തോളം ചർച്ച ചെയ്തു പോകുന്നതല്ലാതെ മുന്നോട്ടുള്ള വഴി എന്താണെന്ന് കൂടി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും, ഒരു നിയമം കൊണ്ടുവരുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് പറഞ്ഞു. ആ നിയമം വന്നതിലൂടെ മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം ചരിത്രപരമായി നമുക്ക് അപകർഷതാബോധം വരേണ്ട കാര്യവുമില്ല. കാരണം വളരെ ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ അവകാശികളാണ് നമ്മൾ. ഈ നാടിന്റെ മണ്ണിലുള്ളതല്ല ഈ അസമത്വവും സ്ത്രീകളെ അടിച്ചമർത്തലും ഒന്നും. അത് ഈ 1000 വർഷത്തെ അടിമത്തത്തിന്റെ ഭാഗമായി പല സംസ്കാരങ്ങളിൽ മനസ്സിലേക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോഴും സ്ത്രീകളെ കുട്ടികൾ ഉണ്ടാക്കാനുള്ള മെഷീനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുട്ടികളെ ഉണ്ടാക്കി അനാഥരാക്കി വിടുകയും അവരെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊല്ലുന്നതിന് നിലവിളിക്കുന്ന ഗാസയിലെ സ്ഥിതിയൊക്കെ നമ്മൾ കാണുന്നു. കഷ്ടമാണ് കുട്ടികൾ മരിക്കുന്നത്. പക്ഷേ ആ ദയയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിന് മുഴുവൻ അവർ വഴിതെറ്റിക്കുന്നത്. വാസ്തവത്തിൽ ഈ കുട്ടികളെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല സംസ്കാരങ്ങളും ഇവിടെ വന്ന് കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും കുട്ടികളെ ജനിപ്പിക്കുകയും അവരെ ഹ്യൂമൻ ഫീൽഡായിട്ട് ഉപയോഗിക്കുകയും അവരെ അടിമകളായി വെക്കുകയും ഈ പറഞ്ഞതുപോലെ ചട്ടം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ക്രമേണ അതൊരു മതത്തിൽ നിന്ന് മാത്രം വന്നതല്ല, ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അത് കാണാൻ സാധിക്കും. അപ്പൊ പ്രത്യേകിച്ച് ആ മതങ്ങളുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭാരതത്തിന്റെ തനതായ സംസ്കാരത്തിൽ സ്ത്രീകളെ ഉള്ള സ്ഥലത്താണ്. നേരത്തെ അത് വായിക്കുകയും ചെയ്തു. എത്ര നാരിയസ്തു പൂജന്റെ രമന്തേ എത്ര ദേവത. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെയാണ് ദേവത വരുന്നത്, ദൈവം ഉണ്ടാവുക, സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ള വിശ്വാസമാണ് അനുസ്മൃതിയിൽ വരെ പറഞ്ഞത്. പക്ഷേ ഈ ഇത്രയും കാലത്തെ അടിമത്തത്തിന്റെ ഫലമായി നമ്മുടെ മാനസികമായ ചിന്താഗതിക്ക് വൈകല്യം ഉണ്ടായിട്ടുണ്ട്. ആ വൈകല്യം എന്താന്ന് വെച്ചാൽ ഒന്നിന് സ്ത്രീയെ ദേവിയായിട്ട് കാണും, അല്ലെങ്കിൽ അവരെ ദാസിയായിട്ട് കാണും. ഈ ഒരു മനോഭാവം ഭാരതത്തിന്റെ ജീവിതത്തിൽ ഈ 1000 വർഷത്തിനിടയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇതല്ലാതെ തുല്യശക്തിയായി കാണാൻ, ഒരു സുഹൃത്തായി കാണാൻ, ഒരു ഫ്രണ്ടായിട്ട് കാണാൻ, തുല്യശക്തിയോടുകൂടി തുല്യ പദവിയോടുകൂടി കാണാനുള്ള ഒരു മനോഭാവം ഭാരതത്തിലെ സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കഷ്ടം തന്നെയാണ്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ മാതിരിയുള്ള നിയമനിർമ്മാണങ്ങളും റിസർവേഷനും ഒക്കെ ആവശ്യമാണ്.
പക്ഷെ ആ റിസർവേഷൻ കൊണ്ടുവരുന്ന സമയത്ത് മാത്രം അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കില്ല. പകരം ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സ്ത്രീകളുടെ ഇപ്പൊ അവസ്ഥ എന്താ? ഈ പറഞ്ഞതുപോലെ റിസർവേഷൻ കൊടുത്താൽ നാളെ ഈ മനോഭാവം മാറും. സ്ത്രീകൾ തന്നെ ഈ അവകാശതാബോധത്തോടു കൂടി ഈ അടിമത്ത മനോഭാവത്തോടു കൂടി കഴിയുമ്പോൾ കാരണം പറയാൻ ആണുങ്ങൾ ഒരു മെയിൻ ഷോവനിസത്തിന്റെ ഒരു ഇതാണ്. അത് ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കിടക്കില്ല, ലക്ഷ്മണരേഖ. എന്റെ വീട് അങ്ങനെയാണ് പറയുന്ന മെയിൻ ഷോവനിസ്റ്റുകളുണ്ട്. ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോവുകയാണ്. പക്ഷെ നമ്മൾ കളിയാക്കിയും പറയും ആ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവർ പോവില്ല. പക്ഷെ ആ വര എവിടെ വരയ്ക്കണം എന്ന് അവർ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അപ്പോ ഇതൊരു തമാശയായിട്ട് തന്നെ തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്രയും വർഷമായിട്ട് ഈ സ്പ്രിങ്ങിന് പുറത്ത് വെയിറ്റ് വെച്ച് അങ്ങനെ ഇരിക്കുന്ന മാതിരിയാണ് നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ. ഒരു റിസർവേഷൻ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് പ്രശ്നം മാറില്ല, അവരുടെ മനോഭാവം മാറണം. മറ്റേത് സ്പ്രിങ്ങിൽ ഒരേ കാലം ഈ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റിയത് കൊണ്ട് സ്പ്രിങ് തിരിച്ചു വരില്ല, അതിൽ പ്രസ്സായി പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് മാറണം എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, അവയർനെസ് ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടി കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി ഈ ചർച്ചകൾ നടത്താൻ നേതി എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവരികയും ഈ പരിപാടികൾ നടത്താനുള്ള സഹകരണവും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കം. സ്ത്രീകളും വൈശ്യരും ശുദ്രരും നീചജന്മങ്ങളാണ്. ഇത് നമ്മൾ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി താഴ്ന്നതാണ് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വര വരച്ചല്ലോ, ലക്ഷ്മണൻ വര വരച്ച് നിർത്തിയില്ലേ? ലക്ഷ്മണൻ സീതയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് അവിടെ വരച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീപക്ഷത്ത് നിന്ന് ഞാൻ നോക്കുമ്പോ സീതയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് അവിടെ വരച്ചു നിർത്തിയത്. എന്നിട്ട് എന്താ പറ്റിയേ? അവസാനം ഈ പിന്നെ ശ്രീരാമൻ കാട്ടിൽ ഇത്ര കാലം പോയിട്ടും അദ്ദേഹത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് സീത ചോദിച്ചിട്ടില്ല. സീതയുടെ പരിശുദ്ധി ചോദിച്ചുകൊണ്ട് എന്താ പറയാ അഗ്നിശുദ്ധി വരുത്തേണ്ടി വന്നു. അവസാനം സീത എന്താ പറഞ്ഞത്? ഇതിനേക്കാൾ നല്ലത് ഭൂമി പിളർന്ന് ഞാൻ താഴെ പോയിക്കോട്ടെ എന്നാ. ഞാൻ മനസ്സിലാക്കിയ സ്ത്രീപക്ഷത്തിൽ നിന്നുള്ള വാർത്തയാണ്, അല്ലാതെ ഒരു മതത്തെയും ഞാൻ ആക്ഷേപിക്കല്ല. നമ്മളെ നാട്ടിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്, പിന്നെ മറ്റൊരു സമുദായത്തിന്റെ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പറയാനുള്ളത്, ഞാൻ എല്ലാ സമുദായത്തിലും എല്ലാവരുടെ പ്രശ്നങ്ങളിലും ഇടപെടാറുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. അതെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതാണ്. ക്ഷമിക്കണം, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തില് എന്റെ വാക്കുകള് പ്രയാസപ്പെടുത്തിയെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ പറയാനുള്ളത് പറയും. താങ്ക് യു. ഇപ്പൊ നമ്മള് ക്ലോസ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം ഒരു ആൻസറും കൂടെ പറഞ്ഞിട്ട് മാഡം ഈ പറഞ്ഞ പോലെ നമ്മളെങ്കിലും സീസേഴ്സ് വൈഫിനെ പറ്റി പറയും, പക്ഷെ ശ്രീരാമന്റെ ധർമ്മത്തെ പറ്റി നമ്മൾ പറയില്ല. കാരണം സീസറിന്റെ ഭാര്യ കുറ്റമറ്റതായിരിക്കും എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ഈ രാജ്യം ഭരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വൈഫിനെ അഗ്നിശുദ്ധി വരുത്തി എന്ന് പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ എത്രമാത്രം റോങ് ആണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്, എന്തായാലും നമ്മളിവിടെ ഈ കൂടാൻ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹ ആദരങ്ങളുടെ ഒരു ടോക്കണായിട്ട് ഒരു ചെറിയ മെമ്മന്റോ ഇവിടെ വന്ന് നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവാക്കിയ ദ വിമൻ ഹു റൂൾഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പം ഇന്ത്യയിലെ പല സ്ത്രീകളും ഭരിച്ചിരുന്നു. അത് റൈറ്റ് ഫ്രം ബഹുമകര ക്വീൻ, അതായത് ദിദ്ദ, റസിയ സുൽത്താൻ, രുദ്രാമ ദേവി, ഹെറോയിൻസ് ഓഫ് ചിറ്റൂർ, ഇങ്ങനെയുള്ള ഒരു ഏതാണ്ട് 15ഓളം ലീഡേഴ്സിനെ വിമൻ റൂൾ ചെയ്ത അവരെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു പുസ്തകം. അപ്പൊ എനിക്ക് തോന്നി ഇത് വളരെ റെലവെന്റ് ആണ് നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാനിത് മാഡത്തിന് നൽകുകയാണ്. Well, thank you.